അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട സമയം പണ്ടേ കഴിഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞില്ലേ ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാണ് എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. ഓണം കഴിഞ്ഞല്ലേ, ആ ഒരു സമയത്ത് പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സമയലഭ്യതക്കുറവുകൊണ്ട് നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് ഓണത്തിന് മാത്രമല്ല, നമുക്ക് എന്ത് പരിപാടിക്കാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാധനം ശകലം തലയിലിരിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പൂവിന് വില കൂടുന്ന സമയങ്ങളിലും അതല്ല പൂ കിട്ടാണ്ട് വരുന്ന സമയങ്ങളിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു 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 വിദ്യയാണ് കേട്ടോ ഇത്. ആദ്യം ഞാൻ ഇത് ചെയ്തപ്പോഴത്തേനും കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാമതും അത് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുല്ലപ്പൂവാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ മുല്ലപ്പൂ എന്ന് പറയുന്നത്. അതായത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന മുല്ലപ്പൂ. എന്ത് രസമാണെന്നറിയോ ഈ മുല്ലപ്പൂ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒറിജിനൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് എല്ലാവരും പറയുമായിരിക്കും, എന്ന് ഞാൻ പറയില്ല. ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒറിജിനൽ ഏകദേശം ഒക്കെ ഒപ്പിക്കാൻ പറ്റുന്ന തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ആർക്കും ക്ലിക്കാവില്ല അതൊരു നമ്മളുണ്ടാക്കിയ പേപ്പർ പൂവാണെന്നുള്ളത് കേട്ടോ. അകലേന്ന് നോക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അടുത്ത് വന്നിങ്ങനെ സൂക്ഷ്മദർശിനി വഴി നോക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇത് പല വിധത്തിലും പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഈ പേപ്പർ മടക്കുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്താ അതിന് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ കട്ട് ചെയ്തതിനെ രണ്ട് എണ്ണമാക്കിയിട്ട് നമ്മൾ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ടല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. രണ്ട് എണ്ണം ആക്കിയിട്ട് ഇതുപോലെ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മടക്കിയിട്ട് നമുക്ക് ഞാൻ ആദ്യം കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ കളറ് മിക്സ് ചെയ്ത വെള്ളം, പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഫെവിക്കോള് എല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മടക്കിയിട്ട് അതിൻ്റെ മറ്റേ ഞെടുപ്പ് ഭാഗം വരുന്നില്ലേ അവിടെയായിട്ട് അത് തേച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്രാന്തം ഇച്ചിരി കൂടുതലായതുകൊണ്ട് ആ നനഞ്ഞ പാടെ ഞാൻ സൂചി നൂലും കോർത്ത് അത് ആ പൂവിനെ ഇങ്ങനെ കോർത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ആ പൂവ് അതായത് നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുമല്ലോ, ആ സാധനം നെക്സ്റ്റ് ഡേ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിനെക്കഴിഞ്ഞും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം മാത്രം നിങ്ങൾ ഇതുപോലെ കോർത്ത് ചെയ്താൽ മതി കേട്ടോ. എങ്കിൽ മാത്രമേ അതിനൊരു ഗ്ലാമർ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തത്. അതിനെക്കഴിഞ്ഞും ഇച്ചിരിയോടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ പൂ നിങ്ങളെ കാണിക്കാം. ഇതാണ് കേട്ടോ മുല്ലപ്പൂ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെയാണ് ലാഭം. ഇത് വെച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓണത്തിന് നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് ലാഭിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.